പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ രമണി ടീച്ചർ, റിട്ടയേർഡ് ടീച്ചർ. ഇന്ന് നമുക്ക് വള്ളത്തോളിനെ കുറിച്ചുള്ള വർത്തമാനമാകട്ടെ. വള്ളത്തോൾ നാരായണ മേനോൻ ആധുനിക കവിതാ നഭസിൽ ഉജ്ജ്വല കാന്തി ചിതറിക്കൊണ്ട് വള്ളത്തോൾ പ്രശോഭിക്കുന്നു. ആധുനിക കവിത്രയത്തിൽ അഗ്രഗണ്യനാണ് അദ്ദേഹം. വള്ളത്തോൾ ശബ്ദസുന്ദരൻ എന്നാണ് കാവ്യലോകം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. വറ്റിപ്പോകാത്ത പുതുമയും സുഷമയും അദ്ദേഹത്തിന്റെ കവിതകളുടെ അന്തർധാരകളാണ്. കവിതയെന്നാൽ വെറും പദ്യമല്ലെന്നും ഭാവമാണ് അതിൻ്റെ ജീവനെന്നും വള്ളത്തോൾ തൻ്റെ കൃതികളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഭാവഗീതങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം. മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്തുള്ള ചേന്നക്കര ഗ്രാമത്തിൽ 1879 വള്ളത്തോൾ കുടുംബത്തിലാണ് വള്ളത്തോൾ നാരായണ മേനോൻ ജനിച്ചത്. 12ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം കവിതകൾ എഴുതി തുടങ്ങി. സംസ്കൃതത്തിൽ അഗാധമായ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1907 വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അങ്ങനെ കേരള വാൽമീകി എന്ന പേരിൽ അറിയപ്പെട്ടു. 1908 രോഗബാധിതനായ അദ്ദേഹത്തിന് തൻ്റെ കേൾവിശക്തി നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ബധിരവിലാപം എന്ന കാവ്യം എഴുതിയത്. ഗതകബളിതമെന്റെ കർണയുഗ്മം വദന വിഭൂഷിതമാത്രമായി ചമഞ്ഞു കഥനമിതൊഴിവാക്കുകമ്പികേ നിൻ പദസരസീരുഹദാസനല്ലയോ ഞാൻ എന്നാണ് കവി കരളുരുകി ജഗദംബയോട് പ്രാർത്ഥിക്കുന്നത്. വാൽമീകി രാമായണത്തിന് പുറമെ ഋഗ്വേദം, അഭിജ്ഞാന ശാകുന്തളം എന്നീ സംസ്കൃത കൃതികളും അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ചിത്രയോഗം മഹാകാവ്യം, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, അച്ഛനും മകളും, ശിഷ്യനും മകനും, കൊച്ചു സീത, ബാപ്പൂജി, മഗ്നലനമറിയം, സാഹിത്യമഞ്ജരി എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ കാവ്യസൃഷ്ടികളാണ്. മലയാള ഭാഷയുടെ പ്രാധാന്യത്തെ പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോക്കൂ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. അമ്മിഞ്ഞ പാലിനോടൊപ്പം കുഞ്ഞുങ്ങൾ സ്വായത്തമാക്കുന്ന മാതൃഭാഷയുടെ പ്രാധാന്യത്തെ പറ്റി അദ്ദേഹം എത്ര സരസമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പ്രസ്തുത വരികൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഗാന്ധിജിയെ തൻ്റെ ഗുരുവായി കണ്ട് അദ്ദേഹം ആരാധിച്ചിരുന്നു. എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നികടത്തിൽ അല്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ. ഈ വരികളിൽ നിന്ന് തന്നെ ഗാന്ധിജിയുടെ ശരിയായ ഒരു ചിത്രം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം ആവേശോജ്വലങ്ങളായ നല്ല കവിതകൾ എഴുതിയിട്ടുണ്ട്. പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരമുയരട്ടെ ഭാരതക്ഷ്മാദേവിയുടെ തൃപ്പതാകകൾ ആകാശപ്പൊയ്കയിൽ പുതുതാകോമാലായിളക്കട്ടെ ലോകബന്ധുഗതിക്കുറ്റ മാർഗം കാട്ടട്ടെ. നമ്മൾ നൂറ്റ നൂലു കൊണ്ടു നമ്മൾ നെയ്ത വസ്ത്രം കൊണ്ടു നിർമ്മിതമിതാനീതിക്കൊരന്ത്യാവരണം എന്ന് തുടങ്ങുന്ന കവിതകൾ കേട്ട് സ്വാതന്ത്ര്യ സമര പോരാളികൾ പുളകം കൊണ്ടിരുന്നു.
അതുപോലെ ഭക്തിയും വിഭക്തിയും എന്ന കവിതയിൽ കേളിയേറിന മേൽപ്പത്തൂരിൻ വിഭക്തിയെ കാളിക പൂന്താനത്തിൻ ഭക്തിയാണെനിക്കിഷ്ടം. മേൽപ്പത്തൂരിന്റെയും പൂന്താനത്തിന്റെയും ഭക്തിഭാവം എത്ര തന്മയത്വമായിട്ടാണ് അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്. ശിഷ്യനും മകനും എന്ന കവിതയിൽ ഉടൻ മഹാദേവി ഇടത്തു കയ്യാൽ അഴിഞ്ഞവാർ പൂങ്കുഴലൊന്നു തൂക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കു നോക്കി പാർശ്വസ്ഥനാകും പതിയോടുരച്ചു. കിട്ടിയിലയോ ദക്ഷിണ വേണ്ടുവോളം വിശിഷ്ടനാം ശിഷ്യനിൽ നിന്നിതാനീം ദിവ്യായുധം വല്ലതുമുണ്ടു ബാക്കി എന്നാൽ അതും നൽകി അനുഗ്രഹിക്കാം. ശിഷ്യനും മകനും തമ്മിലുള്ള പോരാട്ടത്തിൽ സ്വപുത്രനായ ഗണപതിയുടെ കൊമ്പൊടിഞ്ഞ രംഗം കണ്ടിട്ടുള്ള പാർവതിയുടെ ആ കോപപ്രകടനം എത്ര സ്വാഭാവികമായിട്ടാണ് കവി ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ അതേ തുടർന്ന് ശിഷ്യന്റെ ഭാഗത്താണോ അതോ പുത്രന്റെ ഭാഗത്താണോ ന്യായമെന്നറിയാതെ സർവജ്ഞനായ മഹേശൻ പോലും ചിന്താവിവശനായി നിന്നു എന്ന് പറയുമ്പോൾ വെറും സാധാരണക്കാരായ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നാം ഒരു മാത്ര ചിന്തിച്ചു പോകുന്നു. ബന്ധനസ്ഥനായ അനിരുദ്ധനിൽ ഞാൻ ആളയച്ചിഹ വരുത്തിയതാണു കയ്യേറാനായി വരികയല്ല മമാര്യപുത്രൻ. നാനാതരത്തിൽ അപരാധമൊരാൾക്ക് ബന്ധസ്ഥാനാബ്ധി അന്യനുമിതോ ബലിവംശധർമ്മം. ഇതിലെ കഥാനായിക ബലിവംശധർമ്മത്തിന്റെ അന്യായത്തെ പറ്റി എത്ര യുക്തിയുക്തമായിട്ടാണ് ചോദ്യം ചെയ്യുന്നതെന്ന് നോക്കൂ. ആധുനിക മലയാള പദ്യ സാഹിത്യത്തിലെ നവോത്ഥാന നായകനായ വള്ളത്തോൾ കഥകളിയുടെ പ്രോത്സാഹനത്തിന് വേണ്ടി ചെറുതുരുത്തിയിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. അങ്ങനെ കഥകളിയുടെ കീർത്തി സ്വദേശത്ത് മാത്രമല്ല വിദേശത്തും എത്തിച്ചു. കേരള കലാമണ്ഡലത്തിൽ കഥകളി മാത്രമല്ല ഭരതനാട്യം, ഓട്ടംതുള്ളൽ, മോഹിനിയാട്ടം, പഞ്ചവാദ്യം തുടങ്ങിയ കലകളെല്ലാം അഭ്യസിപ്പിക്കുന്നുണ്ട്. തൻ്റെ 59ാമത്തെ ജന്മദിനത്തിലാണ് കേരള കലാമണ്ഡലം കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. കേരള വാൽമീകി, കവി സാർവഭൗമൻ എന്നീ വിശേഷണങ്ങൾക്ക് പുറമെ പത്മവിഭൂഷൺ ബഹുമതിയും വള്ളത്തോളിന് ലഭിച്ചിട്ടുണ്ട്. കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളെ കുറിച്ച് ഭാവാത്മകങ്ങളായ കവിതകൾ എഴുതി കേരളീയരുടെ കണ്ണിലുണ്ണിയായി തീർന്ന ദേശീയ കവിയായി തീർന്ന വള്ളത്തോൾ നാരായണ മേനോൻ തൻ്റെ 79ാമത്തെ വയസ്സിൽ 1958 മാർച്ച് 13 കാലയവനികയ്ക്കുള്ളിൽ അന്തർധാനം ചെയ്തു. എന്നിരുന്നാലും കൽപ്പാന്ത കാലത്തോളം വള്ളത്തോളിന്റെ യശസ് അനശ്വരമായി തന്നെ നിലനിൽക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കൂട്ടുകാരെ, പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത വീഡിയോ ഉള്ളൂരിനെ കുറിച്ചുള്ളതാകട്ടെ. നന്ദി, നമസ്കാരം.